ഇടതുപക്ഷത്തിന്റെ വളരെ സമർത്ഥന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് ഈ നവയുഗ കാലഘട്ടത്തിൽ അവകാശപ്പെടുന്ന ഇടതുപക്ഷ നേതാക്കൾ സാംക്രമിക രോഗം പരത്തുന്ന കീടാണു എന്ന് വിളിച്ചു പറഞ്ഞ ചേച്ചി എന്റെ ഹൃദയത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എന്റെ മൂത്ത ജ്യേഷ്ഠത്തിന്റെ സ്ഥാനമാണ്. പോയി വരാൻ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവർക്കൊന്നും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആശമാർക്ക് വേണ്ടി ആജീവനാന്തം ഇങ്ങനെ പണിയെടുക്കേണ്ട ഒരു കാര്യവുമില്ല. നിരാലംബരായ കുറെ സാധു സ്ത്രീകൾക്ക് വേണ്ടി പൊരുതുന്ന ആ മഹത്വ വ്യക്തിത്വങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിനീതമായ നമസ്കാരം അർപ്പിക്കുന്നു. എന്തെന്നാൽ സ്ത്രീ അബലയല്ല, ചബലയുമല്ല. എന്തെന്നാൽ ഈ കണ്ണൂരിന്റെ വിപ്ലവ നാട്ടിൽ, ഈ കരിവള്ളൂരിൽ സമരം നയിച്ച ഒരു വിപ്ലവ നായികയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, ഈ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും. കരിവള്ളൂരിന്റെ കർഷക സമര നായികയായിരുന്ന കെ ദേവയാനി. എന്തിനാണ് ആ അമ്മ പട്ടിണി സമരം നടത്തിയത്? ഈ കരിവള്ളൂരിലെ കർഷക പാടങ്ങളിൽ കൊയ്തുകൂട്ടുന്ന നെൽമണികൾ രാജാക്കന്മാരുടെയും ഇവിടുത്തെ ഭൂവുടമകളുടെയും പത്തായങ്ങളിലേക്ക് അവരുടെ ഭടന്മാർ ചുമന്നുകൊണ്ട് പോകുമ്പോൾ തങ്ങളുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ആ അമ്മയുൾപ്പെടുന്ന കർഷക സമര നേതാക്കൾ ഈ അനീതിക്കെതിരെ പടവാളെടുത്തു, അരിവാളെടുത്തു കൊയ്ത്തുപാടത്തു നിന്നുകൊണ്ട് പലരും അവിടെ രക്തസാക്ഷിത്വം വഹിച്ചു. അതുപോലൊരു സമരനായിക കാസർഗോഡിന്റെ ചീമേനി എന്ന പ്രദേശത്ത് തോൽവിറക സമരം നടത്തിയിട്ടുണ്ട്. ആ അമ്മയുടെ പേരാണ് കാർത്യായനി. ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഞങ്ങൾ ഒരടി പോലും പതറില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ ബോധിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? 100 വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണത്തെ, തിരുവിതാംകൂറിലെ രാജഭരണത്തെ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട തിരുവിതാംകൂറിന്റെ മണ്ണിൽ കൂടെ ഒരു കർഷക സമരം ഇവിടുത്തെ ഇടതുപക്ഷമോ മറ്റേതൊരു പ്രസ്ഥാനങ്ങളോ സമരം നടത്തുന്നതിന് മുമ്പ് വെങ്ങാനൂരിൽ ജനിച്ചു വളർന്ന ശ്രീ മഹാത്മാ അയ്യങ്കാളി എന്നൊരു കർഷകനുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട തന്റെ തൊഴിൽ വിഭാഗങ്ങൾക്ക് വേണ്ടി, തന്റെ ജനങ്ങൾക്ക് വേണ്ടി പടവാളേന്തിക്കൊണ്ട് തിരുവിതാംകൂറിന്റെ രാജധാനിയിലൂടെ രാജവീതിയിലൂടെ വില്ലുവണ്ടി ഓടിച്ചു പോയ സമരനായകനായ ശ്രീ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് ഈ കണ്ണൂരിലെ വിപ്ലവ സാക്ഷികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ നേടാതെ, ഞങ്ങളുടെ ഈ അടിമക്കാലം തീരാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. ഞങ്ങൾ തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട്, ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളൊരു സമര പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ സെക്രട്ടറിയുടെ മുന്നിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, അവകാശങ്ങൾ നേടാതെ, അടിമക്കാലം തീരാതെ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിൽ കയറില്ല. അതേ, ഞങ്ങൾ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു വീട്ടിൽ കയറണമെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു സമര ചരിത്രവും ഇവിടെ ഒരു സമരവും വിജയിക്കില്ല. ഞങ്ങൾ അവിടെ ഈ 88 ദിവസക്കാലമായി സമരം നടത്തുമ്പോൾ അങ്കണവാടി വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, അന്ധരും മൂകരും ബധിരരുമായ അനേകം മനുഷ്യർ ഈ സർക്കാരിന്റെ മുമ്പിൽ മുറവിളിയും ലാഭവുമായി എത്തി. എന്തുകൊണ്ട് പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിന് കണ്ണൂരിന്റെ വിപ്ലവ പാർട്ടിയുടെ മണ്ണായ പിണറായിയിൽ നിന്നും കർഷക സമരങ്ങൾക്ക് അനേകം നേതൃത്വം കൊടുത്ത രക്തസാക്ഷികളെ സംഭാവന ചെയ്ത ഈ കണ്ണൂറുകാരനായ എന്തുകൊണ്ട് ഞങ്ങളുടെ സഹാവ് പിണറായി വിജയന് ഈ സമരം ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളെ കണ്ടില്ലെന്ന് വെക്കുന്നു? അദ്ദേഹം ഇപ്പോൾ അദാനിയും അംബാനിയും പോലുള്ള വലിയ സമ്പന്നരുടെ തോഴനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദാനിയും അംബാനിയും ഒക്കെ ഇപ്പൊ അവരുടെ ബിസിനസ് പാർട്ണർമാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭകയാണ്. കോടികൾ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നു. അദ്ദേഹത്തിനെതിരെ വളരെയേറെ അപവാദങ്ങൾ, അല്ലെങ്കിൽ തന്നെ എന്താ പറയുന്നത്, അന്വേഷണങ്ങൾ നേരിടേണ്ടി നിൽക്കുന്ന അച്ഛനും മകളും അന്വേഷണങ്ങൾ നേരിടുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ലാവ്ലിൻ കേസ് 34 വർഷം. ആശാവർക്കമാരുടെ കണ്ണിൽ നിന്നും ഒത്തുവീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന കണ്ണുനീരായിരിക്കുമെന്നത് ഒരു സംശയം കേരളീയ പൊതുസമൂഹത്തിനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ നാട് മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. സമരം അജയ്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ, നിങ്ങളൊപ്പം ചേരാൻ, ഏത് തെരുവിൽ കടന്നാലും നിങ്ങളെ സംരക്ഷിക്കാൻ, ഏത് കണ്ണുനീർ ഉറ്റി വീണാലും ആ കണ്ണുനീര് തുടക്കാൻ ഈ കേരളമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
എത്ര വിഷമമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. തുടക്കത്തിൽ ഞങ്ങൾക്ക് പകുതി ജോലി ചെയ്താൽ മതിയായിരുന്നു. അന്ന് ചെറിയ വയസ്സാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ നല്ല പ്രായത്തിൽ കയറി. ഇപ്പൊ 62 വയസ്സാകുമ്പോൾ വിരമിക്കുമ്പോൾ ഒന്നുമില്ലാതെ പോകാനായിട്ട് പറയുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നല്ല സമയമൊക്കെ ജനങ്ങൾക്കും ഗവൺമെന്റിനും വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചിട്ട് പ്രായമായി കഴിയുമ്പോൾ ഞങ്ങളോട് വെറും കൈയോടെ പോകാൻ പറയുമ്പോൾ അത് എന്തൊരു ന്യായമാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. എന്തു വന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, പുറകോട്ടില്ല. കാരണം ഞങ്ങളുടെ ജീവിതഭാരമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന ഒറ്റ ഒരു സംഘടന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഇത് എപ്പോൾ ഞങ്ങൾ സാധിച്ചാലും മുന്നോട്ട് പോകും. പിന്നെ പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ നിങ്ങളുടെ സമരത്തിന്. പണ്ട് ഗാന്ധിജി എത്ര പേരുണ്ടായിരുന്നു സമരത്തിന് പോയപ്പോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് എത്ര പേരുണ്ടായിരുന്നു അന്ന് സമരത്തിന് പോയപ്പോ? ഞങ്ങൾ മാത്രം മതി. ഞങ്ങൾ സ്ട്രോങ് ആയി ഞങ്ങളുടെ നേതാക്കന്മാരുള്ളപ്പോ ഞങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കണം? പൊതുജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഓരോ പൈസയും ഈ പൊതുജനങ്ങൾ തന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഈ സമരം മുന്നോട്ട് പോയത്. ഇന്ന് 88ാമത്തെ ദിവസമാണ്. ഇപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ 21,000 രൂപ ചോദിച്ചത് തെറ്റാണോ? വിരമിക്കുന്ന ആനുകൂല്യം ചോദിച്ചത് തെറ്റാണോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ കുടുംബം പോകണ്ടേ? നിങ്ങളൊന്നും മനസ്സിലാക്കുക. അന്നേരം പറയാ PUC-ക്കാരെ ഇവരെ പറഞ്ഞു വിട്ടിട്ട്, ചിലര് പറയാ ഇവരെ പറഞ്ഞു വിട്ടിട്ട് PUC-ക്കാരെ എടുത്തു, നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ PUC-ക്കാർ നല്ലോണം പഠിച്ച് പൈസ കൊടുത്ത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന വിധം. അപ്പം അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ സ്ഥാനത്തെത്തിയത്. അവർ ഈ തുച്ഛമായ പൈസക്ക് കയറുമോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഓരോ വീടും കയറി ഇറങ്ങണമെങ്കിലേ അതുപോലെയുള്ള വിഷമങ്ങളുണ്ട്. ചില വീട്ടിൽ ചെന്നാൽ കിടപ്പുരോഗികളുണ്ട്. ചിലപ്പോൾ മൂത്രമൊഴിച്ചായിരിക്കും അവിടെ കിടക്കുന്നത്, ആരും നോക്കാനില്ലാതെ. നിങ്ങൾ അറിയുന്നില്ലല്ലോ, പൈസ ഇല്ലാത്ത ജോലികൾ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ആ രോഗിയെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകില്ല. അടുത്തുള്ള ആളെ വിളിച്ച് ആ രോഗി ഞങ്ങൾ പൂർപ്പിച്ചിട്ട് പോകുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. ഒരാഴ്ച എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കുമ്പോൾ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഒരു സൈന്യം പിടിച്ച് നടക്കുന്നത് മാത്രമേ നിങ്ങൾ ഓർക്കുന്നുള്ളൂ. ഹൃദയത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരാഴ്ച നിലയ്ക്ക് 18 വർഷമായി ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ കൂട്ടിത്തന്നപ്പോൾ ഞങ്ങൾ ഓർത്തു ഓരോ പ്രാവശ്യം ഞങ്ങൾക്ക് കൂട്ടിത്തരുമെന്ന്. പക്ഷെ ഞങ്ങളെ പറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ സമരത്തിനിറങ്ങി. എന്തു വന്നാലും ജീവിച്ച ഒരു ദിവസം മരിക്കണം, അതിന് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ധൈര്യത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അവർക്കൊരു സംഘടനയില്ല, ആ സമരം വളർത്തിയെടുക്കാൻ ത്രാണിയുള്ള നേതാക്കന്മാരില്ല. അപ്പോ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. 17 മാസമായി കേരളത്തിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടിയിട്ട് 1600 രൂപയാണ് കിട്ടുന്നത്. അത് മാത്രം പ്രതീക്ഷിച്ച് മരുന്ന് വാങ്ങിക്കാനും ജീവിക്കുവാനുമായിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് കേരളത്തിൽ. ഏറ്റവും കൂടുതൽ അംശാദായം വാങ്ങിക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് പല സംസ്ഥാനങ്ങളിലും 5 പൈസ പോലും അംശാദായം അടക്കില്ല. എത്രയോ വലിയ സാമ്പത്തിക സഹായങ്ങളാണ് നിർമ്മാണ ക്ഷേമനിധിയിലെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ എല്ലാ മനുഷ്യരെയുമാണ്. അതുകൊണ്ടാണ് കക്ഷിഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ ഞങ്ങൾ സമരം തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സമരത്തെ ആക്ഷേപിച്ച് പരാജയപ്പെടുത്താനാണ് അവർ വിചാരിച്ചത്. അവരെന്താണ് പറഞ്ഞത്? SDP, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ കോൺഗ്രസിനെ പൈസ വാങ്ങിച്ചു, BJPയുടെ പൈസ വാങ്ങിച്ച് വാങ്ങിക്കാൻ പറ്റുന്നവരുടെ, പറയാൻ പറ്റുന്നവരുടെ എല്ലാം പേര് പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഈ 88 ദിവസം അവിടെ ഇരിക്കുമ്പോഴും ഈ യാത്ര ആരംഭിച്ചതിന് ശേഷവും ഞങ്ങൾ കാണുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ മനുഷ്യർ, ഈ സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. മറിച്ച് ഈ സമരം എത്രത്തോളം ന്യായയുക്തമാണ്, ഈ സമരം ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ വളർന്നു വരേണ്ടുന്ന ഒരു ശരിയായ തൊഴിലാളി സമരമാണ്, ഇതൊരു സാമൂഹ്യ മുന്നേറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. മത സാമുദായിക സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്ററിന്, പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും ഈസ്റ്ററിന്റെ ദിവസത്തെയും പള്ളിയിൽ
തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ മതമേലധ്യക്ഷന്മാർ അവിടെ ആശാവർക്കർമാരെ കുറിച്ച് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്. ആശാവർക്കർമാരുടെ വേദനകൾ ഞങ്ങൾ കാണുന്നു, സർക്കാരിന് മനംമാറ്റമുണ്ടാകണം. നമുക്കറിയാം, ഈസ്റ്റർ പോലെയുള്ള ഒരു സമയം അത് ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവർ വിലപ്പെട്ടതായി കാണുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയമല്ലത്. പക്ഷെ അവർ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോ ഇതെല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തെ കാണുന്നത് ഈ സമൂഹത്തിൽ ചലം കെട്ടി നിന്ന് എന്താണ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിനെ വഴിവെട്ടിത്തെളിച്ച് അതിലൂടെ സുഗന്ധം പരക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സമൂഹത്തെ അതിലേക്ക് ഒരു മാർഗം തെളിക്കുവാൻ ഈ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഇത്രയും പ്രായാധിക്യം ചെന്ന കൃഷ്ണേട്ടനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ സുരേന്ദ്രനാഥിനെ പോലെയുള്ള ആളുകൾ, രവിയേട്ടനെ പോലെയുള്ള ആളുകൾ, എറണാകുളത്ത് വന്ധ്യവയോധികനായ സാനുമാഷാണ് ഞങ്ങളുടെ സ്വാഗത സമരത്തിന്റെ ചെയർമാൻ. നടക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് അനാരോഗ്യമാണ്, പക്ഷെ വരികയാണ് ഈ സമരത്തോടൊപ്പം. അപ്പൊ അതുകൊണ്ട് ഈ സമൂഹം നൽകുന്ന ഈ അകമഴിഞ്ഞ പിന്തുണ ഇത് ആശാവർക്കർമാരുടെ സമരമല്ല, ഈ കേരളത്തിന്റെ ഒന്നാകെയുള്ള സമരമാണ്.